മഴ തോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത്തിനോട് ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും പറയുകയാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ രോഹിത്തും ബബിതയും ഒക്കെ കുറേ കാലമായിട്ട് അലീനയുടെ കറക്റ്റായിട്ടുള്ള ജോലിയും അതുപോലെ അലീന താമസിക്കുന്ന അഡ്രസ്സും ഒക്കെ ബാലചന്ദ്രനോടും അലീനയോടും മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും അവരാരും അവരോടൊന്നും ബാലചന്ദ്രനും അലീനയും സത്യം പറയുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ വൈജയ്ക്കും ഒരു സംശയം തോന്നുകയാണ്. അങ്ങനെ വൈജ അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് രോഹിത്തിന് ബാലചന്ദ്രനോട് സംസാരിക്കണം എന്ന് തോന്നി. രോഹിത്ത് ബാലചന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഒരു ചെറിയ ജോലിയിലാണ്. അപ്പോൾ രോഹിത്ത് വന്നിട്ട് ചോദിക്കണം, അച്ഛനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അച്ഛൻ ഇപ്പോഴും എന്താണ് വേറെ റൂമിൽ താമസിക്കുന്നത്? അച്ഛൻ ഇപ്പോഴും മുകളിലാണ് താമസിക്കുന്നത് അമ്മ വന്നതിന് ശേഷവും. പിന്നെ രണ്ടാമത്തെ കാര്യം, അലീന ചേച്ചിയുടെ അഡ്രസ്സ് ആര് ചോദിച്ചാലും അച്ഛൻ എന്താണ് കൊടുക്കാത്തത്, എന്താണ് ഇതിന് കാരണം എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ മറുപടി കൊടുക്കുകയാണ് രോഹിത്തിന്. ഞങ്ങൾ തമ്മിൽ, ഞാനും വൈജയും തമ്മിൽ പഴയതുപോലെ ഒരു ജീവിതം ഇനി ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ താഴത്തേക്ക് വരാത്തത്. അപ്പോൾ രോഹിത് ചോദിക്കും, അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഒരിക്കലും സാധ്യമല്ല എന്നാണോ ഈ പറയുന്നത്? അതേ മോനെ, ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ രോഹിത് നമ്മുടെ ബാലചന്ദ്രനോട് ചോദിക്കും, ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അച്ഛൻ ക്ഷമിക്കണം. അലീന ചേച്ചിയുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അച്ഛൻ എന്നോട് പറ എന്ന്. ആ ബാലചന്ദ്രൻ പറയും, തീർച്ചയായും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിന്നോട് ഞാൻ പറയാം. കാരണം ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു രോഗിയാണ്. എപ്പോൾ വേണമെങ്കിലും ഞാൻ അവസാനിക്കാം. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഈ രഹസ്യം അറിഞ്ഞിരിക്കണമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. നിന്നോട് ഞാൻ പറയണമെന്ന് കുറച്ച് കാലമായിട്ടും വിചാരിക്കുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ നിന്നോട് പറയാൻ. കാരണം നീ എൻ്റെ മകനാണ്. എനിക്കതിന് പറയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടും പരിമിതികളുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ രോഹിത് പറയും, അച്ഛന് അങ്ങനെ വിഷമമുണ്ടെങ്കിൽ അച്ഛൻ പറയണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അത് വേണ്ട, ഞാൻ എന്തായാലും പറയണം വിചാരിക്കുന്നുണ്ട്. കാരണം ഞാനൊരു രോഗിയാണ്. എപ്പോൾ വേണമെങ്കിലും എൻ്റെ മരണം വന്നേക്കാം. അപ്പോൾ ഗ്യാരണ്ടി തീർന്ന് എൻ്റെ മരണം സംഭവിച്ചാലും ഈ കാര്യം ആരും അറിയാതെ പോകരുതല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്തായാലും പറയുമെന്ന്. അപ്പോൾ രോഹിത് പറയും, അച്ഛനെന്തിനാ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന്. അങ്ങനെയല്ല മോനെ, ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ കഥ പറയുകയാണ്. അതായത് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്. മോനെ, നിനക്കറിയാമല്ലോ, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരിക്കൽ കൊല്ലപ്പള്ളി കൈതക്കൽ മാളവിക വീട്ടിൽ ആശ്രിതരായിരുന്നു. നിൻ്റെ അമ്മ ഇടയ്ക്കൊക്കെ എന്നെ അത് പറഞ്ഞ് കളിയാക്കുന്നതും താഴ്ത്തി കെട്ടുന്നതൊക്കെ നീ കേട്ടിട്ടില്ലേ? അക്കാലത്ത് എനിക്കൊരു മോഹമുണ്ടായി വൈജയന്തിയെ കല്യാണം കഴിക്കണമെന്ന്. ഞാനാണെങ്കിൽ നന്നേ ചെറുപ്പം, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അതിമോഹം തന്നെയായിരുന്നു. വേണമെങ്കിൽ അഹങ്കാരം എന്ന് തന്നെ പറയാം. ചെറിയ പ്രായമല്ലേ, ബുദ്ധിയും ബോധവും ഒന്നും വികസിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്ന് എനിക്ക് നല്ല അടി കിട്ടി. അങ്ങനെ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഉള്ളതൊക്കെ വിറ്റ് പെറുക്കിയിട്ട് ഞാൻ കൊല്ലപ്പള്ളിയിൽ നിന്ന് കുടുംബസമേതം ഞങ്ങൾ ആ നാട് വിട്ടു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗൾഫിൽ പോയി. അങ്ങനെ അതിനുശേഷം കുറേ പൈസയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് രോഹിത്ത് മൂളിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പൈസയൊക്കെ ഉണ്ടാക്കി നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ ആ പഴയൊരു വാശി എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, വൈജയന്തി. അങ്ങനെ വൈജയന്തിയെ ഞാൻ കല്യാണം ആലോചിച്ചു. ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നു അതിനൊക്കെ സഹായത്തിനും. ആദ്യം എല്ലാവരും എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും പിന്നെ വൈജയന്തിയുടെ അച്ഛനും ആങ്ങളമാരും എല്ലാവരും സമ്മതം പോളി. വൈജയന്തിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അത് പിന്നെയാണ് ഞാൻ അറിയുന്നത്. എന്തായാലും കൊല്ലപ്പള്ളിയിലെ ശിവേട്ടനും നീലഗിരിയിലെ ഗംഗേട്ടനും എല്ലാം കൂടി ഞങ്ങളുടെ വിവാഹം നടത്തി. നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അച്ഛൻ ഈ പറയണതൊക്കെ അലീനയും തമ്മിൽ എന്താണ് ബന്ധം. അതിലോട്ടാണ് ഞാൻ വരുന്നത്. അതിനു മുൻപ് ഞാനും നിൻ്റെ അമ്മയും തമ്മിൽ വിവാഹം നടക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയാണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ രോഹിത് പറയും, എനിക്ക് മനസ്സിലായി അച്ഛാ. അപ്പോൾ അലീന ഇവിടെ ജോലിക്ക് വന്നതിന് ശേഷം ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. ജയന്തി, ബബിതയും നീയും എല്ലാം അവളോട് ശത്രുത പ്രഖ്യാപിച്ചു. അവൾക്കെതിരെ ഓരോ ദ്രോഹങ്ങളും ചെയ്തു. കൊല്ലപ്പള്ളിയിലെ ഹരിയും അതിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായി. അവനും നീയും കൂടി അലീനയ്ക്കെതിരെ പല നുണകളും പറഞ്ഞു വരുത്തി. അവളോട് എങ്ങനെയെങ്കിലും പ്രതികാരണം ചെയ്യണമെന്ന് വിചാരിച്ച് നീ ഹരിയും കൂടി ഒരു കെണിയൊരുക്കി. രാവിലെ കോളേജിൽ പോയ നീ ക്ലാസ് കട്ട് ചെയ്ത് വന്ന് വീട്ടിലെത്തി. അങ്ങനെ അവൾക്ക് ലെമൺ ജ്യൂസ് കൊടുത്ത് അവളെ മാനഭംഗപ്പെടുത്താനൊക്കെ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എനിക്കറിയാം. അപ്പോൾ രോഹിത്തിൻ്റെ മുഖം ആകെ വിളറി. കാരണം രോഹിത്ത് പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഞാനൊരിക്കലും
ആ ഒരു തെറ്റ് ചെയ്യില്ല. അല്ല അച്ഛൻ അപ്പോൾ ബാലചന്ദ്രൻ പറയാം, അല്ല ഞാൻ പറയുകയാണ്, അന്ന് അവൾ ആത്മഹത്യാശ്രമം നടത്തി, കത്രിക കുത്തിക്കീറ്റി സ്വയം ആത്മഹത്യാശ്രമം നടത്തി. അങ്ങനെ അവൾ ആശുപത്രിയിലായി. അങ്ങനെ ആശുപത്രിയിലായ സമയത്ത് അവൾക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും അവൾ എന്നോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് അവൾക്ക് ബന്ധമുണ്ടായിരുന്നത് അവളുടെ കൂട്ടുകാരി രേവതിക്കുട്ടിയായിട്ടാണ്. അന്ന് ആ സമയത്ത് അവൾ രേവതിക്കുട്ടിയോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. അവൾക്ക് കൊടുത്തിരുന്ന അവൾ അമ്മയുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ ഫോണിലെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. അവൾക്കാണെങ്കിൽ സ്മാർട്ട് ഫോൺ അന്ന് അങ്ങനെ ഉപയോഗിക്കാൻ അറിയില്ല. അങ്ങനെ ആ കോൾ റെക്കോർഡിങ്സ് കേട്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നിങ്ങിയും ഹരിയും അതിൽ പ്രതിയാണെന്ന്. പിന്നെ അതിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അതിലൊരു സ്ഥിരീകരണം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ നീലഗിരിക്ക് പോയി ഗംഗേട്ടനെ കണ്ടു. അപ്പോൾ അദ്ദേഹമാണ് ഞാനും വൈജയന്തിയും തമ്മിലുള്ള വിവാഹം നടത്താൻ അന്ന് കൂടുതൽ താല്പര്യം കാണിച്ചത്. അപ്പോൾ ഗംഗേട്ടനോട് എനിക്ക് ഒരേ ഒരു ചോദ്യം അന്ന് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. നിൻ്റെ അമ്മ വൈജയന്തി എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്ന്. ഇത് കേട്ടതോടുകൂടി രോഹിത് ആകെ ഞെട്ടിപ്പോയി. എന്നിട്ട് രോഹിത്തിൻ്റെ ദേഹത്ത് കൂടെ എന്തൊക്കെയോ ഒരു വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെയാണ് രോഹിത്തിന് തോന്നുന്നത്. എന്താണ് ഈ താനീ കേൾക്കുന്നത്? അപ്പോൾ രോഹിത് ചോദിക്കും, അച്ഛൻ എന്താ സംബന്ധമാണ് ഈ പറയുന്നത്? അച്ഛന് പറയുന്നത് എന്താണെന്ന് കുറിച്ച് വ്യക്തമായ ബോധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാം, ഞാൻ പറയുന്നത് സത്യമാണ് മോനെ, ഞാൻ ഗംഗേട്ടനോട് ചോദിച്ചതാണ്. കാരണം ഗംഗേട്ടന് ഒഴിഞ്ഞു മാറാൻ യാതൊരുവിധ പഴുതുമില്ലായിരുന്നു. ഗംഗേട്ടൻ ആഗ്രോ കൻ്റോൺമെൻറ്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് വൈജയന്തി കുറേ കാലം ഗംഗേട്ടനോടൊപ്പം താമസിക്കുകയും പഠിക്കുകയും അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി നോക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് ഗംഗേട്ടൻ്റെ ജോലിയിൽ കീഴിരുന്ന ഒരു മിലിറ്ററി ഓഫീസറുമായി വൈജ അടുപ്പത്തിലായി. പിന്നീട് അവർ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഗംഗേട്ടൻ ട്രാൻസ്ഫറായി പോയപ്പോൾ വൈജ അയാളോടൊപ്പം കുറേ കാലം ഒന്നിച്ചും താമസിക്കുകയും ചെയ്തു. അതും ഗംഗേട്ടൻ എൻ്റെ അടുത്ത് സമ്മതിച്ച കാര്യമാണ്. പിന്നെ ഗംഗേട്ടനും കൊല്ലപ്പള്ളിക്കാരും കൂടി വിവരമറിഞ്ഞ് വൈജയെ കയ്യോടെ പിടികൂടി തിരുവനന്തപുരത്തെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലെത്തിക്കുകയാണ് ചെയ്തത്. അന്നാണെങ്കിൽ വൈജ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരുടെ അപവാദമൊക്കെ ഭയന്ന് അവർ കൊല്ലപ്പള്ളിക്ക് അവളെ കൊണ്ടുവന്നില്ല. പകരം നെയ്യാറ്റിൻകരയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് വൈജയുടെ പ്രസവം അതീവ രഹസ്യമായിട്ട് തന്നെ നടത്തി. പിന്നെ കുട്ടി മരിച്ചു പോയെന്നും വൈജയെ സ്നേഹിച്ചിരുന്ന ആൾ അവളെ ഉപേക്ഷിച്ച് വേറൊരു കല്യാണം കഴിച്ചെന്നും ഒക്കെ അവളെ വിശ്വസിപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ അന്ന് ഗംഗേട്ടൻ എൻ്റെ അടുത്ത് സമ്മതിച്ചതാണെന്ന്. അത് കേട്ടതോടുകൂടി രോഹിത് സ്തംഭിച്ചിരിക്കുകയാണ്. അവൻ്റെ തലച്ചോറിലൂടെ എന്തൊക്കെയോ കയറി മറിയുന്നുണ്ട്, അവനൊന്നും മനസ്സിലാവുന്നില്ല. ബാലൻ പറയാണ്, നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് എനിക്കറിയാം. വിശ്വസനീയമായ കള്ളങ്ങൾ ഉള്ളതുപോലെ തന്നെ അവിശ്വസനീയമായ സത്യങ്ങളുമുണ്ട് മോനെ. അന്നാണെങ്കിൽ ഇത് കേട്ട സമയത്ത് ആത്മഹത്യ ചെയ്യണോ കൊലപാതകം ചെയ്യണമോ എന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അന്നാണ് ഞാൻ തളർന്നു വീണത് ആശുപത്രി. അങ്ങനെയാണ് അന്ന് അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് എന്ന് പറയുകയാണ്. പിന്നെ അന്ന് നിൻ്റെ അമ്മ പ്രസവിച്ച ആ കുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന അലീന എന്ന്. അത് ഒരിക്കൽ കൂടി ഒരു ഞെട്ടുന്ന സത്യമായിരുന്നു രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം. വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞ ബാലചന്ദ്രൻ ഒരു കാര്യം കൂടി രോഹിത്തിനോട് പറയുകയാണ്. വൈജ സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അലീന ഒരു വേലക്കാരിയായിട്ട് ഈ വീട്ടിൽ വന്നത്. നീ അവളുടെ അനുജനാണെന്നും ബബിതയും കൃഷ്ണമോളും അനുജത്തിമാരാണെന്നും അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ അവളെ ഇത്രയധികം സ്നേഹിച്ചത്, നിങ്ങൾക്ക് വേണ്ടി പ്രാണൻ കളയാൻ പോലും സന്നദ്ധനായത്. ഇതെല്ലാം കേട്ടുകൊണ്ട് രോഹിത്തിൻ്റെ ശ്വാസം നിലച്ച പോലെ ഇരിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിൽ അലീന ഇപ്പോൾ എവിടെയാണ് എന്നതും അതുപോലെ തന്നെ അലീനയുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്നും ഒക്കെ ബാലചന്ദ്രൻ രോഹിത്തിനോട് പറയുകയാണ്. അത് കഴിഞ്ഞ ശേഷം രോഹിത്തിന് അലീനയെ കാണാൻ അതിയായ ആഗ്രഹം തോന്നുകയും രോഹിത്ത് സ്റ്റാൻലിയുടെ വീട്ടിലോട്ട് പോവുകയും അവിടെ വെച്ചിട്ട് രോഹിത്ത് അപമാനിക്കപ്പെടുകയും അതിനുശേഷം രോഹിത്തിനെ അവർ കൺസിഡർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അടുത്ത കഥയായിട്ട് ഇടുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. നാളെ ഇതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതിൻ്റെ ബാക്കി സ്റ്റോറി വരുന്നതായിരിക്കും. താങ്ക് യു.